എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് താൽക്കാലിക പരിഹാരം. ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകി അതിരൂപത സർക്കുലർ പുറത്തിറക്കി. ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ മുതൽ ഞായറാഴ്ച ഒരു കുർബാന മാത്രമാകും ഉണ്ടാകുക. ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ബീന റാണി ചേരുന്നു. ബീന, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഏത് രീതിയിലുള്ളൊരു താൽക്കാലിക പരിഹാരമാണ് നിലവിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? രോഹിണി, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാനയുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തർക്കത്തിനാണ് ഇപ്പോൾ ഒരു സമവായം ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ എറണാകുളം അങ്കമാലി അതിരൂപത ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പമ്പ്ളാനിയും സംയുക്തമായി ഒപ്പിട്ട ഒരു സർക്കുലർ തന്നെ പുറത്തിറക്കി. ഇതനുസരിച്ച് അതിരൂപതയിൽ നിലവിൽ സിനഡ് കുർബാന മാത്രം നടക്കുന്ന ദേവാലയങ്ങളിൽ ഞായറാഴ്ച ഒരു ജനാഭിമുഖ കുർബാന നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിരൂപതയിലെ മറ്റ് ദേവാലയങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും ഒപ്പം തന്നെ പ്രത്യേക തിരുനാൾ ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട്. ജൂലൈ 3 ഒരു ദുഃഖ്രാന തിരുനാളുണ്ട്. ആ തിരുനാൾ മുതലാണ് ഈ നിർദ്ദേശം നടപ്പിലാക്കേണ്ടതെന്ന് സർക്കുലറിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കൂരിയ അംഗങ്ങളെ മാറ്റണമെന്നായിരുന്നു സമരസമിതി ആവശ്യപ്പെട്ടിരുന്നത്. അവർക്ക് അതനുസരിച്ച് പുതിയ ചുമതലകൾ നൽകിക്കൊണ്ട് സർക്കുലർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്വാസമായിട്ടുള്ളത് അച്ചടക്ക നടപടിക്ക് വിധേയരായ വൈദികരാണ്. അവർക്കെതിരായ നടപടികൾ അവസാനിപ്പിച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. നിലവിലെ അഡ്മിനിസ്ട്രേറ്റർമാരെയും പിരിച്ചുവിട്ടേക്കും. എന്തായാലും താൽക്കാലികമായി ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ നീണ്ട സമരത്തിനാണ് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുള്ളത്. ശരി ബീന. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് താൽക്കാലിക പരിഹാരം. ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകിയ അതിരൂപത സർക്കുലർ പുറത്തിറക്കി. ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.